ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ ഇനി ഒരിക്കലും ഉറക്കാൻ ആഗ്രഹിക്കാത്ത കുറേ സംഗതികളൊക്കെ നടന്നു. ഇങ്ങനെയുള്ള ആക്സിഡൻറ്റുകൾ ഉണ്ടാകുമ്പോൾ അവിടെ പൊതുവെ രക്ഷാപ്രവർത്തകർക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയാവുന്നത് ആക്സസിബിലിറ്റിയാണ്. ഈ അപകടം നടന്നിടത്തോട്ട് എഫക്റ്റീവായിട്ട് എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ രക്ഷാപ്രവർത്തകരെ ഒത്തിരിയേറെ സഹായിക്കാൻ സാധിക്കുന്ന ഒരു ടെക്നോളജിയെക്കുറിച്ച് ഈയിടെ ഒരു എക്സിബിഷനിൽ പോയപ്പോൾ ഞാൻ കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളൊക്കെ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ നമ്മുടെ നാട്ടിലും ഇതുപോലുള്ള ടെക്നോളജികൾ ഡെവലപ്പ് ആവേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സ്കൈ സ്ട്രീം എന്ന് പറയുന്ന ഒരു റഷ്യൻ കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സീ ഡ്രോണാണിത്. ഇത് ഞാൻ ആദ്യമേ കണ്ടത് ജിറ്റെക്സ് 2022 എന്ന് പറയുന്ന ഇവൻറ്റിൽ വെച്ചിട്ടായിരുന്നു. പക്ഷേ അന്ന് എനിക്കത് വലിയൊരു സംഭവമായിട്ട് തോന്നിയില്ല. ഡ്രോണുകളെക്കുറിച്ച് പൊതുവെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നതുകൊണ്ട് കണ്ടു, വീഡിയോ ഒക്കെ എടുത്തു, ഡീറ്റെയിൽസൊക്കെ എടുത്ത് ഞാനിങ്ങനെ പോന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ കുറച്ച് ദുരന്തങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴേക്കുമാണ് ഇതുപോലൊരു ടെക്നോളജി ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ ചിലപ്പോൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് മാറ്റാൻ സാധിച്ചേനെ എന്നെൻ്റെ മനസ്സിൽ തോന്നിയത്. 2 എമർജൻസികളുടെ കാര്യത്തിൽ ഈ ഡ്രോണിന് നമ്മളെ സഹായിക്കാൻ സാധിക്കും. അതിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് തീപിടുത്തങ്ങളെ ബെറ്ററായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. പല രീതിയിൽ ഇതിന് ഫയർ ഫൈറ്റിംഗ് ഓപ്പറേഷൻസിനെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ പേലോഡ് കപ്പാസിറ്റിയാണ്. ഈ ഡിവൈസിന് 5 കിലോഗ്രാം വരെയുള്ള പേലോഡ് പിക്ക് ചെയ്യാനും ഒരു പോയിന്റിൽ ഡ്രോപ്പ് ചെയ്യാനും സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ഹെൽപ്ഫുൾ ആയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തീപിടുത്തമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ അവിടെ ചെന്ന് ആ തീ അണയ്ക്കുന്നതിന് അല്ലെങ്കിൽ വളരെ തീയുടെ അടുത്ത് പോയി തീ അണയ്ക്കുന്നതിന് പകരമായിട്ട് ഈ ഒരു ഡ്രോണിനെ വിട്ടുകൊണ്ട് ചില പർട്ടിക്കുലർ പോയിന്റുകളിലോട്ട് നമുക്ക് ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ ബോളുകളെ ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കും. ഇതെന്താണെന്ന് ഇതിന് മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ ബോൾസ് എന്താണെന്ന് വെച്ചാൽ അത് കെമിക്കൽ ബോളുകളാണ്. അത് തീ അണയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന വെള്ളമല്ലാത്ത മറ്റു മാർഗ്ഗങ്ങൾ ഉൾപ്പെടുന്നൊരു സംഗതിയാണ്. അപ്പോൾ ഒരു തീയിലോട്ട് ഇതിട്ട് കഴിഞ്ഞാൽ മതി, അത് ബ്ലാസ്റ്റായി അവിടെ തീക്ക് പിന്നെ പടരാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കാത്തത് നോക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പേലോഡുകൾ വളരെ എഫക്റ്റീവായിട്ട് കറക്റ്റ് പോയിന്റിൽ ഇതിന് ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ലാതെ ഇത് എക്സ്പ്ലോഷൻ പ്രൂഫായിട്ടുള്ള ഒരു ഡ്രോണാണ്. അതുകൊണ്ട് തന്നെ തീപിടുത്തം ഉള്ളിടത്തോടെ നമുക്കിതിനെ പറത്താൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ടെമ്പറേച്ചർ മുതൽ 55 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ വരെ ഇതിന് പ്രവർത്തിക്കാനും യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. ഇനി ഇതിൻ്റെ ക്യാമറാസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഇതിൽ ഹൈ ഡെഫിനേഷൻ ക്യാമറാസ് വരുന്നുണ്ട്. പക്ഷേ ഈ ക്യാമറാസ് നമുക്ക് സ്വാപ്പ് ചെയ്യാം. അതിനുശേഷം തെർമൽ ഇമേജിങ് ക്യാമറാസൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു രക്ഷാപ്രവർത്തകന് എവിടെയാണ് തീ ധാരാളമായിട്ട് ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ ഉള്ളതെന്ന് കറക്റ്റ് കാണാൻ സാധിക്കും. എവിടെ നിന്ന് എഫക്റ്റീവായിട്ട് തീ അണച്ച് തുടങ്ങണം എന്നൊക്കെയുള്ള വിശദാംശങ്ങൾ തീയുടെ അടുത്ത് പോകാതെ തന്നെ അല്ലെങ്കിൽ വളരെ ദൂരത്തു നിന്ന് കാണാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആളുകൾ വെള്ളത്തിൽ അപകടത്തിൽപ്പെട്ടു പോകുമ്പോഴാണ്. എന്തുകൊണ്ടും ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അങ്ങനെ പറയാനുള്ള പല കാരണങ്ങളുണ്ട്. ചില സിറ്റുവേഷൻസ് വെച്ച് ഞാൻ അത് വിശദീകരിക്കാം. ഇപ്പോൾ ഒരാൾ വെള്ളത്തിൽ പോയി, ഇപ്പോൾ കടലിലാവാം അല്ലെങ്കിൽ കായൽ പോലത്തെ സിറ്റുവേഷൻസിലാവാം, ഒരാളവിടെ നീന്തി എത്തി രക്ഷാപ്രവർത്തനം ചെയ്യുന്നതിനേക്കാളും വളരെ എഫക്റ്റീവായിട്ട് ഇതിന് ചെയ്യാൻ സാധിക്കും. കാരണം ഇതിൻ്റെ സ്പീഡാണ്. ഈ ഡ്രോണിന് 65 km/h എയർ സ്പീഡിൽ പറക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനവിടെ എത്തുന്നതിനേക്കാളും മുന്നേ അവിടെ സഹായം എത്തിക്കാൻ സാധിക്കും. എങ്ങനെ? ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ എയ്റോപ്ലെയിനിലൊക്കെ നമുക്ക് കിട്ടുന്ന പോലത്തെ ലൈഫ് ജാക്കറ്റുകൾ, ഒന്നല്ല അതിലധികം ജാക്കറ്റുകൾ അറ്റ് എ ടൈം അവിടെ ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കും. കാരണം 5 കിലോഗ്രാം വരെ ഇതിന് പേലോഡ് കപ്പാസിറ്റി ഉണ്ട്. ഇനി 40 മിനിറ്റ് മുതൽ 2.5 മണിക്കൂർ വരെ എയറിൽ നിൽക്കാനും രക്ഷാപ്രവർത്തനത്തിൽ പങ്കുപറ്റാനും ഈ ഡ്രോണിന് സാധിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ, ഈ ഡ്രോണിൻ്റെ പ്രൊപ്പല്ലേഴ്സിൻ്റെ കീഴിൽ ബോർഡ് പോലെ ഗ്ലോബ് പോലെ ഇരിക്കുന്ന ഒരു സംഭവം, അത് ഈ ഡ്രോണിന് വെള്ളത്തിൽ ലാൻഡ് ചെയ്യാനും വെള്ളത്തിൽ നിന്ന് തന്നെ ടേക്ക് ഓഫ് ചെയ്യാനുമായിട്ടുള്ളൊരു സംവിധാനമാണ്. ഇനി ഇതിൻ്റെ അഡ്വാൻസ് ക്യാമറാസ് കാരണം നമുക്ക് ഒരാളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ്. ഇപ്പോൾ നമ്മൾ ബോട്ടിലോ മറ്റെന്തെങ്കിലും രീതിയിലോ ഒരിടത്ത് പോയി അന്വേഷിച്ച് ഒരാളെ കണ്ടെത്തുന്നതിനേക്കാളും വളരെ എഫക്റ്റീവായിട്ട് ആകാശത്ത് തന്നെ ഒരു ലാർജ് സ്കോപ്പിൽ ആളുകളെ തിരയാൻ സാധിക്കും. സഹായം ആവശ്യമായിരിക്കുന്ന ആളുടെ ഇടത്തോട്ട് എത്രയും പെട്ടെന്ന് എത്താനായിട്ടുള്ള സംവിധാനങ്ങൾ ഈ ഡ്രോണിലുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ധാരാളം ഡ്രോൺ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസുകളെ ഗവൺമെൻറ് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ട ഒത്തിരി സഹായങ്ങൾ നൽകുന്നുണ്ട്. ഇതുപോലുള്ള ടെക്നോളജികൾ നമ്മുടെ നാട്ടിലും നമ്മുടെ എൻജിനീയേഴ്സ് തന്നെ വികസിപ്പിക്കേണ്ടതാണ്. കാരണം വിദേശത്തു നിന്ന് ഇങ്ങനൊരു ഡിവൈസ് കൊണ്ടുവന്ന് നമ്മുടെ ഫയർ ഫൈറ്റിംഗ് ടീമുകൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ചിലവേറിയൊരു സംഗതിയാണ്. പക്ഷെ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ അത് നിർമ്മിക്കാൻ സാധിക്കുകയാണെങ്കിൽ വലിയൊരു വിജയമായിരിക്കും. ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഫയർ ഫൈറ്റിംഗ് ആൻഡ് റെസ്ക്യൂ ടീമിന് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. നിങ്ങൾ ഫയർ ഫൈറ്റിംഗ് ആൻഡ് റെസ്ക്യൂ ടീമിലൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ കീഴിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനൊരു ഡിവൈസ് വരികയാണെങ്കിൽ നിങ്ങളെപ്പോലുള്ള പ്രൊഫഷണൽസിന് അത് എത്രമാത്രം ഉപകാരമാകും എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മെൻഷൻ ചെയ്യാം. ഇനി നിങ്ങളുടെ എഞ്ചിനീയറൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ള ഡിവൈസുകൾ പോസിബിൾ ആണോ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് എന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻസിൽ എഴുതുക. ഇനി നിങ്ങൾ എന്നെപ്പോലൊരു സാധാരണക്കാരനാണെങ്കിൽ ഇതുപോലുള്ള
അഡീഷൻസ് നമ്മുടെ ഫയർ ഫൈറ്റിംഗ് ആൻഡ് റെസ്ക്യൂ ടീമിന് നൽകേണ്ട സമയമായോ? ഒരു സാധാരണക്കാരൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻസിൽ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നിങ്ങളോട് എത്താമെന്ന് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ് സൈനിങ് ഓഫ് ഫോർ നൗ.